ഹലോ ഡിയേഴ്സ്, പാലക്കാടിൻ്റെ മനോഹാരിത അങ്ങനെ കണ്ട് ഞാൻ പോകുന്നത് പളനിയിലേക്കാണ്. സോ വെൽക്കം ടു മൈ പളനി വ്ളോഗ്. അങ്ങനെ കാര്യമായിട്ട് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും എടുത്തതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ കാറിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് വാവയുള്ള കൊണ്ടിട്ടാണ് ഈ കാറ് ചൂസ് ചെയ്യുന്നത്. കാര്യം അതിനെക്കാട്ടിലും എളുപ്പം ട്രെയിനാണെങ്കിലും ഇച്ചിരി കൂടി കംഫർട്ട് ഇതായതുകൊണ്ടാണ്. സോ അങ്ങനെ തമിഴ്നാട് കേരള ബോർഡർ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇതായി ഒരു ചെറിയ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കടകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലായിടത്തും സ്നാക്സ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ കടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ആകെ പരിപ്പുവട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തണുത്ത പരിപ്പുവടയും ചൂട് ചായയും ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ചായ അടിപൊളിയായിരുന്നു, അതൊന്നും പറയാനില്ല. അങ്ങനെ തമിഴ്നാട് എത്തിയപ്പോഴത്തേക്കുമാണ് അവിടെ ഇതുപോലത്തെ കുറേ ഷോപ്സ് കാണാൻ പറ്റും. ഇതൊക്കെ എന്നാ വന്നേന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഇത് ഹോട്ടലാന്ന് കരുതിയാണ് കയറിയത്. പക്ഷെ ഇവിടെ ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ ഓർഡർ കൊടുത്ത് ടോക്കൺ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത് സാധനം എല്ലാം തരും. അങ്ങനെ വീണ്ടും അവിടുന്ന് ഒരു ചായ കഴിച്ചു. അവിടുന്ന് സ്നാക്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പളനിമല എത്തി. പക്ഷേ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റ് ആയി പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം 9 മണി വരെ നടേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂം അന്വേഷിച്ച് നടപ്പ് തുടങ്ങി. ഇമ്പീരിയൽ സെൽവത്തിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ റൂമൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ദൈവാധീനം പോലെ നമുക്ക് പളനിയുടെ അടിവാരത്ത് തന്നെ SBV റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി റൂം വിത്ത് അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. 4 പേർക്കുള്ള റൂമിന് 2300 രൂപയായിരുന്നു ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. AC ആണെങ്കിൽ 2600. നല്ല ബാത്റൂം, ഹീറ്റർ ഫെസിലിറ്റി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇനി ആരെങ്കിലും പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടിവാരത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഇവർക്ക് പാർക്കിംഗ് ആണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. കുറച്ച് മാറിയിട്ടാണ് ഇവരുടെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ അങ്ങനെ റൂമിൽ ചെന്നിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷായി ജസ്റ്റ് ഷോപ്പിങ്ങിനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എടുക്കണ വഴിയൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ വോയിസ് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ റെഡിയായി ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയുള്ള ലാസ്റ്റ് വീഡിയോ ക്ലിപ്സാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കാവടിയായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 6 മണിയോട് കൂടി തല മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അടിവാരത്ത് തന്നെ ഫ്രീ ആയിട്ട് മുട്ടയടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ ഇതുപോലെ ടോക്കൺ എടുത്ത് കൊടുത്താൽ മതി. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അവർ ആരുടെയെങ്കിലും എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവർ നമ്മുടെ മുടി ഇങ്ങനെ മുട്ടയടിച്ച് തരും. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കും. അതിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഈ മുട്ടയടിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയും ആദ്യമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആ ട്രാപ്പിൽ ഞാൻ പെട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഭയങ്കര പ്ലാൻഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെ മുട്ടയടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ പറയും മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ചോദിക്കും, പാസ് ചോദിക്കും. അപ്പോൾ ഇവിടുന്ന് കളവ മേടിച്ച് ഇവർ കുറേ ഒരു സാധനങ്ങൾ ഇങ്ങനെ ഒരു സഞ്ചിയിലാക്കി തരും. എന്നിട്ട് മേടിക്കും 600 രൂപ. നമുക്ക് മുട്ടയടിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ നമ്മളെ കൊണ്ടുപോയിട്ട് നാളെ പേര് ഇതൊക്കെ പറഞ്ഞ് എഴുതി നമ്മൾ കാര്യമായിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഓക്കെയാണ്. കാരണം കഴിഞ്ഞ തവണ കൊച്ചിൻ്റെ മുട്ടയടിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ഓർത്തു ആദ്യമായിട്ട് മുട്ടയടിക്കണമല്ലോ, ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ല എന്ന് വേണ്ട എന്ന് കരുതിയിട്ട് ഞാനും എടുത്തു പറഞ്ഞു. ഇങ്ങനെ പഴം, പാല്, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം കൂടി ലാസ്റ്റ് പ്രൈസ് പറഞ്ഞപ്പോഴത്തേക്കും 600 രൂപ. അപ്പോൾ ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കളഭം പുറത്തുനിന്ന് മേടിച്ചിട്ട് ആണ് പോയത് മുട്ടയടിച്ച് കഴിയുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ട്. അതിനാണെങ്കിൽ ആകെ 20 രൂപയായുള്ളൂ. പിന്നെ ഒരു കർപ്പൂരവും കുങ്കുമവും ഭസ്മവും കൂടി അങ്ങനെ മൊത്തം 50 രൂപയ്ക്ക് ഞാൻ സാധനം മേടിച്ചിട്ടാണിത്. അതുകൊണ്ട് തന്നെ മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞല്ലോ ഈ ആൾക്കാർ നമ്മളെ പിടിക്കാൻ നിൽക്കുന്നത് അവരാണെങ്കിൽ ചോദിക്കുകയും ചെയ്ത് ഇതെവിടുന്നാണ്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഞങ്ങൾ ഓൾറെഡി മേടിച്ചിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, പാസ് വേണം, അതായിരുന്നു. അങ്ങനെ ഒന്നുമില്ല, മേളിൽ ചെല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല. അവിടെ ആരും ചോദിക്കാനും വരില്ല, പറയാനും വരത്തില്ല, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കളവൻ തേക്കണം എന്നുള്ളവർ നമ്മൾ മേടിച്ചിട്ട് പോകാന്നുണ്ടെങ്കിൽ മുട്ടയടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പോവുക, തല വാഷ് ചെയ്യുക, ഈ കളവൻ ചാർത്തേണ്ടവർക്ക് ചാർത്താം. അല്ലാണ്ട് നമുക്ക് വേറെ ഈ 600 രൂപ മുടക്കി ഈ സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തല മുണ്ടനം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ ഈ അടിവാരത്തായിട്ടാണ് ഈ സൗജന്യമായിട്ട് മുണ്ടനം ചെയ്യുന്ന സ്ഥലമുള്ളത്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൂടിപ്പോയ ഒരു 200 മീറ്റർ മാറിയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ദക്ഷിണയായിട്ട് അത് എത്ര രൂപ കൊടുത്താലും അവരത് കണക്ക് പറഞ്ഞ് മേടിക്കത്തൊന്നുമില്ല. അത് ഫ്രീ സർവീസാണ്. നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കണതാണ്. അതിപ്പോൾ 10, 50, 100 അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര കൊടുക്കണം എന്നുള്ളത്. അല്ലാണ്ട് ഈ പറഞ്ഞ ഈ ആൾക്കാർ വന്നിട്ട് പറ്റിക്കുന്ന പരിപാടിയിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെ മുടി ഞാൻ മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു.
എൻ്റെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തല മുട്ടയടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്യുവാണെങ്കിൽ എന്തായാലും പളനിയിൽ ചെയ്യൂ എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഗോവ ട്രിപ്പ് കഴിഞ്ഞ് പളനി പോകാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഇതൊരു സഡൻ ആയിട്ട് എടുത്തിട്ടുള്ള പ്ലാനൊന്നുമല്ല, കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ മുട്ടയടിച്ചു. സത്യം പറയാമല്ലോ, മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ നല്ല സുഖമാണ്. ഞാൻ ആലോചിക്കുകയും ചെയ്തു നേരത്തെ അടിക്കേണ്ടതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ചൂട് തുടങ്ങിയ സമയത്ത് അടിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയടിക്കുന്ന ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലിപ്പൊന്നുമില്ല, കാരണം അനിയൻ ഓരോ ക്ലിപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്യാണ്ട് അതേപടി അപ്ലോഡ് ചെയ്യുന്നത്. കുറേ തമിഴ് ഫോളോവേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നായിരുന്നു ഈ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ താങ്ക്സ് ഫോർ ദം ടു ഫോളോയിങ് മീ. അപ്പം അത്രയേ ഉള്ളൂ. അടിപൊളി ഒരു പളനി ട്രിപ്പായിരുന്നു. ഇതിപ്പോൾ സീസണാണ്, വെക്കേഷനാണ്. ഈ മാർച്ചിലാണ് ഉത്സവമെങ്കിലും ഇപ്പോഴും ഈ വെക്കേഷനൊക്കെ കാരണം നല്ല തിരക്കായിരുന്നു പളനിയിൽ. നല്ല തിരക്കെന്ന് വെച്ചാൽ അടിപൊളി തിരക്കായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്ക് ഒരു തിരക്കില്ലാണ്ട് സുഖമായിട്ട് തൊഴാൻ പറ്റി. പിന്നെ നമുക്കറിയാമല്ലോ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിഞ്ചിൽ കയറിയതോ അല്ലെങ്കിൽ റോപ്പ് കാറിൽ കയറിയതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.